Welcome to Machinery World. എൻ്റെ പേര് സലാഹുദ്ദീൻ, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. അതെ. ഓക്കെ സാർ, ഈ ഇവിടെ ഡിസ്പ്ലേയിലുള്ള പ്രോഡക്റ്റുകളെ കുറിച്ചെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ സാർ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് KSB എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Yeah, it is world famous. Kirloskar Brothers Limited is very famous, no? No, not Kirloskar Brothers Limited, no, sir. It's Klein Schwarzschild Becker. Its full name is. It's a German multinational brand, sir. Fine. Okay. ഇത് വന്നിട്ട് 1871 ജർമ്മനിയിൽ ഫ്രാങ്കത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ കമ്പനി ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ 1960 കാലഘട്ടങ്ങൾ തൊട്ട് നമ്മൾ ഇന്ത്യയിലുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ എല്ലാം വന്നിട്ട് പൂനെയിലാണ് നമുക്ക് പ്ലാന്റ് വരുന്നത്. മെയിൻ ബ്രാഞ്ച് എല്ലാം വന്നിട്ട് പൂനെയിലാണ് വരുന്നത്. അതുകൂടാതെ നമ്മുടെ ഫൗണ്ടറിയും സ്വന്തമായിട്ട് KSBക്ക് ഫൗണ്ടറി ഡിവിഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വമ്പൂരി എന്ന പറഞ്ഞ സ്ഥലത്ത്, മഹാരാഷ്ട്രയിൽ വമ്പൂരി എന്ന സ്ഥലത്ത് നമുക്ക് സ്വന്തമായിട്ട് ഡിവിഷനും കാര്യങ്ങളുണ്ട്. അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാത്തൊരു കാര്യം കൂടെ ഉണ്ട്. കേരളത്തിൽ നമുക്കൊരു പ്ലാന്റ് ഉണ്ട്, KSB കൊച്ചി എന്ന് പറഞ്ഞിട്ട് മാളയിൽ നമുക്കൊരു പ്ലാന്റ് ഉണ്ട്. KSB MAL കൊച്ചി എന്നാണ് പേര്. KSB ലിമിറ്റഡിന്റെ അണ്ടറിൽ വരുന്നതാണ് MAL കൊച്ചി എന്ന പ്ലാന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം സാറേ. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് KSB എന്ന് പറഞ്ഞ ഒരു വൈഡ് റേഞ്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. സാർ ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ, അതെ, നമ്മളിപ്പോൾ ഇവിടെ കണ്ടല്ലോ, സാറ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ സാർ. ഏകദേശം 150 വർഷം പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് KSB. ഇപ്പം നിലവിൽ നമ്മൾ ലാസ്റ്റ് 2 ഇയറും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് 1/2 HP എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1/2 HP സെൽഫ് ഫ്രെയിം പമ്പാണ് ഈ വരുന്നത്. സെൽഫ് ഫ്രെയിം പമ്പ് നമ്മൾ ടാങ്ക് ടു ടാങ്കിലേക്ക് അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ താഴെ സമ്പിൽ നിന്ന് മേളുടെ ടാങ്കിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി പമ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വൈഡ് റേഞ്ച് ഓഫ് മോഡൽസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 1 HP, 1/2 HP, 1 HP, 1.5. ഡൊമസ്റ്റിക് പർപ്പസ് നമ്മുടെ സെൽഫ്, അതായത് നമ്മുടെ ഈ താഴെയുള്ള സമ്പിൽ നിന്ന് നമുക്ക് പമ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് ഈ പമ്പുകളെല്ലാം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബോർവെല്ലിൻ്റെ പാനൽ ബോർഡ്സുകളാണ്. നമ്മൾ ബോർവെല്ലിൽ യൂസ് ചെയ്യുന്ന പാനൽ ബോർഡ്സുകളാണ് ഈ കാണുന്നത്. ഇത് വാട്ടർ കൂൾ പമ്പുകളുടെ പാനൽ ബോർഡും ഈ കാണുന്നത് ഓയിൽ കൂൾ പമ്പുകളുടെ പാനൽ ബോർഡ്സ് ഒക്കെയാണ് ഈ കാണുന്നത്. അതുകൂടാതെ ഇങ്ങോട്ട് വരുമ്പം ഇത് നമ്മുടെ സ്ലോ സ്പീഡ് പമ്പുകളാണ് വരുന്നത് KSBയുടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സക്ഷൻ വരുമ്പോൾ നമുക്ക് 10 മീറ്റർ വരെ നമുക്ക് ഇതിന് സക്ഷൻ കിട്ടുന്നുണ്ട്. സാധാരണ നോർമൽ പമ്പിൽ 7.5 മീറ്റർ വരെ വരുള്ളൂ. ഇതിൽ വരുമ്പോൾ നമുക്ക് സ്ലോ സ്പീഡ് പമ്പുകളിൽ നമുക്ക് 10 മീറ്റർ വരെ സക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങോട്ട് വരുമ്പം ഇത് നമ്മുടെ ഓപ്പൺ വെൽ പമ്പുകളാണ് KSBയുടെ. 1 HP, 1.5 HP പമ്പാണിത്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് 10 മീറ്റർ കേബിളും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു അഡീഷണൽ ഫീച്ചറായിട്ട് പറയാമെന്നുണ്ട്, നമുക്ക് 10 മീറ്റർ കേബിൾ വരുന്നുണ്ട്. ഇത് പാനൽ ബോർഡ് ഓൺ ഓഫ് സ്വിച്ച്. അതെ, മെറ്റലിൻ്റെ പാനൽ ബോർഡൊക്കെയാണ് ഇതിൽ വരുന്നുണ്ടിരിക്കുന്നത്. അതെ, CD കോട്ടനാണ് പമ്പ് എല്ലാം വന്നിട്ട്. ഓക്കെ, ഇതിലേക്ക് വരുമ്പം ഇതൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മുടെ ബൂസ്റ്റർ പമ്പാണ് സാറേ വരുന്നത്. അതായത് നമുക്കിപ്പം ഇപ്പോഴത്തെ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ശ്രദ്ധിച്ചറിയാം. എല്ലാവരും ബോഡി ഷവറുകളും റെയിൻ ഷവർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പം നമുക്ക് ഈ സിസ്റ്റം ഇല്ലാതെ, നമുക്ക് ഈ ബൂസ്റ്റർ സിസ്റ്റം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആ ഒരു വാങ്ങിയ ഡിവൈസിൻ്റെ യൂസേജ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അപ്പം ഒരു ക്വാളിറ്റി സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ. അതെ, നമ്മളിപ്പം സാധാരണയായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ സാധനം ഫിറ്റിംഗ്സ് എല്ലാം വാങ്ങി വെക്കും, പക്ഷേ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യത്തില്ല. അപ്പോൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാതെ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ പ്രോപ്പറായിട്ടുള്ള യൂസേജ് കിട്ടത്തില്ല. ഇപ്പം നമ്മൾ കണ്ടാമിനൻസിൽ കയറി വരികയും ചെയ്യും. അതെ, ഇത് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വാങ്ങിയ എക്യുപ്മെൻറ്റിന് പ്രോപ്പറായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്ക് 1/2 HP, ഇതാണ് 1/2 HP ചെറിയ പമ്പുണ്ട്. അതിന് മേളിൽ 1/2 HP വലിയ 24 ലിറ്റർ ടാങ്ക് വരുന്ന വലിയ പമ്പുണ്ട്. 1/2 HP, 1.5, 2 HP മോഡലുകളാണ് നമുക്ക് വരുന്നത്. അത് 1 ബാത്റൂം, 2 ബാത്റൂം, 3, 4, 5 അങ്ങനെ എല്ലാ ബാത്റൂമുകൾക്കും യൂസ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ. അതെ, നമുക്ക് ഏത് കസ്റ്റമർക്ക് ഏത് ആവശ്യത്തിനാണ് പമ്പുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് KSBയിൽ. അതിലിപ്പോൾ ഇവിടെ ആണെങ്കിലും നമുക്ക് ഏത് ആപ്ലിക്കേഷൻ, ഏത് കസ്റ്റമർക്ക് ഏത് ടൈപ്പുള്ള പമ്പുകൾ വേണം KSBയിൽ നമുക്ക്. കസ്റ്റമൈഡ് എന്ന് പറയുന്നത് പോലെ ഏതിനും കമ്പാറ്റബിൾ ആയിട്ടുള്ള മെഷീൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. കാരണം KSB സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അഗ്രി, ഡൊമസ്റ്റിക്, അതേപോലെ ഇൻഡസ്ട്രിയൽ, ബിൽഡിംഗ് സെഗ്മെന്റ്, പല സെഗ്മെന്റിലുള്ള പമ്പുകൾ, മൾട്ടിപർപ്പസ് പമ്പുകൾ നമ്മൾ KSBയിലുണ്ട്. ഇതൊക്കെ സാർ ഇത് പിന്നെ നമ്മുടെ മൾട്ടി സ്റ്റേജ് പമ്പ്. അതെ, ഇത് ബോർവെൽ സബ്മേഴ്സിബിൾ പമ്പുകളാണ് ഇതെല്ലാം. ഇത് വന്നിട്ട് സ്റ്റീൽ പമ്പ്, സ്റ്റീൽ ടൈപ്പ് വരുന്നതാണ്, ഫുൾ സ്റ്റീൽ വരുന്ന. സ്റ്റെയിൻലെസ് സ്റ്റീലാണോ സാർ? സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ഇത് വന്നിട്ട് 6 ഇഞ്ച് സെയിം പമ്പ് തന്നെ, മൾട്ടി സ്റ്റേജ് പമ്പ്. അതെ, മൾട്ടി സ്റ്റേജ് പമ്പുകൾ. ഇത്
നമ്മുടെ ബോർവെല്ലിൽ തന്നെ ഹെഡ് കൂടിയ പമ്പുകളാണ്. സിംഗിൾ ഫേസിൽ നമുക്ക് ഹെഡ് കൂടിയ പമ്പുകൾ KSBയിൽ ലഭ്യമാണ്. കാരണം ഇടുക്കി പോലുള്ള ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആഴം കൂടുതലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമർ ചോദിക്കുമ്പം വോൾട്ടേജ് അല്ലെങ്കിൽ 3 ഫേസുകൾ കിട്ടാത്ത ഏരിയകളുണ്ടാവും, 3 ഫേസ് ലൈൻ ഇല്ലാത്ത ഏരിയകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ പമ്പ് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എന്താ വെച്ചാൽ സിംഗിൾ ഫേസ് തന്നെ ഈ പമ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 800 അടി അല്ലെങ്കിൽ സിംഗിൾ ഫേസിൽ 800 അടിക്ക് കൂടുതൽ മേളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സിംഗിൾ ഫേസ് തന്നെ ഈ പമ്പ് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം ബോർവെൽ സെഗ്മെന്റിലാണ് വരുന്നത്. ഇത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരുമ്പോഴേക്കും ഇതിന്റെ പ്രവർത്തനത്തിന് അത് പിന്നെ ബാധിക്കുന്ന ഇല്ല, അത് ആ ഒരു ഡിസൈനിലാണ്. വൈഡ് ഏത് വോൾട്ടേജിലും വർക്ക് ചെയ്യാവുന്ന ഡിസൈനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് പമ്പുകൾ. വൈഡ് വോൾട്ടേജ് റേഞ്ചിലാണ്. അതെ തീർച്ചയായിട്ടും. പിന്നെ ഇത് KSB ഇത് കാണാമല്ലോ ഇവിടെ. ഇത് ഒരു 150 HP ഒരു പമ്പാണ്. 150 HP ആണ്. ഇത് നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഇറിഗേഷൻ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഏകദേശം 500 അടി വെർട്ടിക്കൽ ഹൈറ്റ് കിട്ടുന്നുണ്ട് ഈ മോഡലിൽ. ഇത് ഈ ഡീപ്പ് ട്യൂബുകളിൽ ഈ പമ്പ് ഉപയോഗിക്കാൻ പറ്റില്ലേ? ഈ പമ്പ് ഉപയോഗിക്കാൻ പറ്റും. ഇത് കൂടുതലും നമ്മുടെ സാധാരണ പുഴയോരങ്ങളിൽ കിണർ ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ കിണർ കുഴിച്ച് അതിൽ ഈ പമ്പ് ഇറക്കി വെച്ചിട്ട് പമ്പ് ചെയ്യാണ്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരത്തേക്ക് പല ഇപ്പോൾ ഒരു 2-3 കൃഷിക്കാർ കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഈ പമ്പ് വാങ്ങിച്ച് അവരുടെ ആവശ്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ പമ്പോട് നടക്കും. കാരണം സാർ ഈ മോഡൽ കാണാമല്ലോ, ഇതിൻ്റെ തന്നെയാണ് അവിടെ ഇരിക്കുന്ന ആ ഒരു മോഡൽ വലിയ സ്റ്റേജ് വരുന്നത്. HP എല്ലാം സെയിം തന്നെ വരുന്നത്, ആ സ്റ്റേജിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതെ, ഇത് ഏകദേശം 3 ലക്ഷം ലിറ്ററോളം ഡിസ്ചാർജ് വരുന്ന ഒരു മോഡലാണ്. പെർ അവർ. ഓക്കെ, 12 സർ അറൗണ്ട് 8 to 9 lakhs കോസ്റ്റ് വരുന്നുണ്ട്. And what is the guarantee period for this pump? 1 year, sir. Only 1 year. സർ KSBയുടെ പമ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ക്വാളിറ്റിയാണ്. മെയിനായിട്ട് നമ്മൾ കസ്റ്റമർക്ക് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ കസ്റ്റമർക്ക് കൊടുക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ വെറുതെ 2-3 പരസ്യം ചെയ്ത് കാര്യമില്ല. കാരണം ഫേമസ് കമ്പനി. അതെ, അപ്പോൾ കസ്റ്റമർക്ക് അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കാമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ 1 year ഗ്യാരണ്ടി ആണെങ്കിലും ഈ പമ്പ് 10 വർഷം കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഉണ്ടാവും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും. അതെ, അതിലേക്ക് വരുവാണ്. ഇതാണ് നമ്മൾ ഈ പമ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. ബ്രാസ് ഇംബില്ലറാണ് വരുന്നത്, കാസ്റ്റ് സ്റ്റീൽ വരുന്നുണ്ട്. പിന്നെ സിംഗിൾ ഫേസിലെല്ലാം നമ്മൾ നൊറൈൽ ടൈപ്പ് ഇംബില്ലറാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ സിംഗിൾ ഫേസ് ആണ് സ്റ്റീൽ ഇംബില്ലറാണ് വരുന്നത്, കാസ്റ്റ് സ്റ്റീൽ ഇംബില്ലറാണ് ഇതിൽ വരുന്നത്. ഈ സ്റ്റീൽ ടൈപ്പ് വരുന്നത് അവിടെ മോഡലുകൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന സ്പെയറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വൈൻഡിംഗ് വെയർ എല്ലാം KSBയുടെ വൈൻഡിംഗ് വെയർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. അതുപോലെ തന്നെ നമുക്ക് സ്പെയർസ് എല്ലാ പമ്പിൻ്റെ എല്ലാ സ്പെയർസും നമുക്ക് എപ്പോഴാണല്ലോ അവൈലബിൾ ആണ്. നിങ്ങൾ റെഡി സ്റ്റോക്കിൽ നമുക്ക് ഫാസ്റ്റ് മൂവിങ്ങിനുള്ള എല്ലാ മോഡൽസിലും സ്പെയർ അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് സ്പെയർ ഫാസ്റ്റ് സ്ലോ മൂവ്മെൻ്റ് ഉള്ള പമ്പുകളുണ്ടാവും, അതിന് സ്പെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി ഓർഡറിൽ നിങ്ങൾക്ക് ഈ സ്പെയറുകളൊക്കെ ബുക്ക് ചെയ്ത് within 1 week നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഈ നമ്മുടെ ഈ കാണുന്ന റേഞ്ച് ഓഫ് പമ്പ്സിൻ്റെ യൂട്ടിലിറ്റി പിന്നെ ആപ്ലിക്കേഷൻസ്, ഇത് നമ്മൾ സിംഗിൾ ഫേസിൽ ഒരു വെർട്ടിക്കൽ പമ്പാണ് സാർ. ഇത് ഒരു 200 അടി വെർട്ടിക്കൽ ഹെഡ് കിട്ടുന്ന ഒരു പമ്പാണ്. അപ്പോൾ നമുക്ക് ഡെപ്ത് കൂടുതലുള്ള ഓപ്പൺ വെല്ലിലേക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മോഡൽ. ഈ പർട്ടിക്കുലർ പമ്പ്സിൻ്റെ സാധാരണ നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസ് മോണോബ്ലോക്ക് പമ്പ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മോണോബ്ലോക്ക് സാധാരണ അരൈസ്പിയുടെ മോണോബ്ലോക്കാണ്. ഇത് നമ്മൾ കൃഷി അതിനുള്ള ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇത് കണ്ടില്ല, ഇതിൻ്റെ പൈപ്പ് സൈസ് തന്നെ 3x3 പൈപ്പ് സൈസ് വരുന്നത്. ഹൈ ഡിസ്ചാർജ് പമ്പുകളായിരിക്കും. ഹെഡ് വന്നിട്ട് ഒരു 14 മീറ്റർ ഹെഡ് ഉണ്ടാവും. അത്യാവശ്യം നല്ല ഡിസ്ചാർജ് ഉള്ള പമ്പാണിത്. നമുക്ക് സ്പ്രിംഗ്ലർ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാനുള്ള പമ്പുകളാണ്. ഇത് നമ്മുടെ 3 ഫേസിൽ നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് പമ്പുകളാണ് ഈ വരുന്നത്. ഇത് 3 HP ആണ്, ഇത് 5 HP വരുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സീവേജ് പമ്പാണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കെമിക്കലുള്ള, അതായത് ആൽക്കലൈനുള്ള വാട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പമ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സബ്മേഴ്സിബിൾ ആണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് പോളിപ്രൊപ്പലൈൻ എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ വെച്ചാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ സാൾട്ടി ആയിട്ടുള്ള വാട്ടറിലൊക്കെ നമുക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. സലൈൻ വാട്ടറിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മുടെ ഒരു KSBയുടെ തന്നെ സീവേജ് പമ്പാണ്.
ഇത് സിംഗിൾ ഫേസും ഉണ്ട് 3 ഫേസും ഉണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാമുകളിലൊക്കെ എല്ലാ ആൾക്കാരും പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പമ്പ് ഉപയോഗിക്കുമ്പോൾ ഈ വേസ്റ്റ് കുടുങ്ങിയിട്ട് പമ്പ് സ്റ്റക്കായി പോകുന്ന ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു ബെറ്റർ സൊല്യൂഷനാണ്. കാരണം എന്താ വെച്ചാൽ ഇതുകൊണ്ട് കസ്റ്റമർക്ക് ഒരിക്കലും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങൾക്ക് ഇത് 2 ഇഞ്ചാണ് ഡെലിവറി വരുന്നത്. ഇതിലൊരു 40 mm ആയിട്ട് സോളിഡ് ആയിട്ടുള്ള പാർട്ടികൾ വരെ ഇത് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയും ഈ മോഡൽ. ഇതൊരു നല്ലൊരു സൊല്യൂഷനാണ് കസ്റ്റമറെ സംബന്ധിച്ച്, ഫാമേഴ്സിനെ സംബന്ധിച്ച്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇത് വരുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി സെഗ്മെന്റിലേക്കാണ് വരുന്നത്. ഇത് സീവേജ് പമ്പാണ് നമുക്ക് വരുന്നത്. ഹയർ എച്ച് പിയിലേക്ക് വരുന്ന മോഡലാണ്. നമുക്ക് സിംഗിൾ ഫേസ് കസ്റ്റമറിലേക്ക് വരുന്നില്ലത്. ഇത് ഫയർ ഫൈറ്റിംഗ് പമ്പുകൾ വരുന്നുണ്ട്. ഇത് പമ്പ് മാത്രമാണ്, മോട്ടോർ സെപ്പറേറ്റ് ആണ് വരുന്നത്. എഞ്ചിൻ ഡ്രിവൺ പമ്പുകളാണ് ഇതൊക്കെ എല്ലാം. അത് ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിലേക്ക് വരുന്നത്. നമുക്ക് കസ്റ്റമേഴ്സ്, നോർമൽ കസ്റ്റമേഴ്സിന് വരുന്ന പമ്പുകളെല്ലാമാണ് ഈ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ സോളാർ ഓപ്പറേറ്റഡ് പമ്പുകളും ഉണ്ടോ? അപ്പോൾ നമുക്കുണ്ട്. ഈ മോഡൽ സോളാറിൻ്റെ മോഡലുകളുണ്ട്. നമ്മളിപ്പോൾ ഡിസ്പ്ലേയിൽ വെച്ചിട്ടില്ലെന്നുള്ളൂ. എത്ര എച്ച് വരെ സോളാർ വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ നമ്മൾ നിലവിൽ എത്ര പോസ് ചെയ്യണം? സോളാറിൽ നമുക്ക് 3 to 10 HP വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് സോളാർ ഗ്രിഡിൽ വന്നിട്ട് നമുക്ക് 25 HP വരെ നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും നമ്മുടെ KSBയുടെ പമ്പുകൾ. 25 up to 25 HP വരെ. അതായത് വളരെ ഒരു പിന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ടറി കണ്ടീഷൻ. തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ ഒരു പമ്പ് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ 100% നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും കസ്റ്റമറെ. ഈ സോളാർ സിസ്റ്റം വെച്ചിട്ട്, സോളാർ സിസ്റ്റം നമ്മുടെ നോർമൽ സിസ്റ്റം എല്ലാം വെച്ചിട്ട് നമുക്ക് കസ്റ്റമറെ ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവർ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയ നമുക്ക് എപ്പോഴും പബ്ലിസിറ്റി. ഡെഫിനറ്റ്ലി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മേക്സ് ഗെറ്റിംഗ് റിപ്പീറ്റ് ഓർഡേഴ്സ്. തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ അഗ്രികൾച്ചർ കസ്റ്റമേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പമ്പുകളാണ്. അപ്പോൾ അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് ഈ പമ്പുകൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ നമുക്ക് മറ്റ് ഡൊമസ്റ്റിക് പമ്പുകളെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പർപ്പസ് എന്താണോ നമ്മുടെ പർപ്പസ്, ആ പർപ്പസിനനുസരിച്ചാണ് ഈ പമ്പുകളെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് പിന്നെ നമ്മുടെ ഒരു മോണോബ്ലോക്ക് സീവേജ് പമ്പാണ്. മുമ്പേ സാറിന് അവിടെ ഞാൻ കാണിച്ചു തന്നിരുന്നു. അതിൻ്റെ ഒരു സർഫസ് പമ്പാണിത്. അതായത് ഇത് സർഫസ് പമ്പ് ഏത് ആപ്ലിക്കേഷനുള്ള പമ്പും KSB മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. അതായത് ഇൻ എ നട്ട്ഷെൽ നമുക്ക് പറയാം KSBക്ക് എല്ലാ ആവശ്യങ്ങൾക്കുള്ള പമ്പുകളും തീർച്ചയായിട്ടും പിന്നെ സപ്ലൈ ചെയ്യാൻ സ്റ്റോക്കിലുണ്ട്. അതെ. ഇത് നമ്മുടെ ഒരു ബോർവെൽ പമ്പാണ്. 6 ഇഞ്ച് പമ്പാണ്. ഇത് നമ്മൾ കൂടുതലായിട്ട് വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ കൃഷി ആവശ്യങ്ങൾക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് പർപ്പസുകളിൽ ഇത് യൂസ് ചെയ്യാറില്ല. കൂടുതലും നമ്മുടെ കൃഷി അതേപോലെ ഡിസ്ചാർജ് കൂടുതൽ വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പമ്പുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ ഡിസ്ചാർജ് പമ്പുകളാണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ ഡൊമസ്റ്റിക് പമ്പാണ്. ഈ വരുന്ന വെർട്ടിക്കൽ പമ്പാണ്, ഡൊമസ്റ്റിക് സെഗ്മെന്റിൽ വരുന്നതാണ്. ഇത് നമുക്ക് ഡൊമസ്റ്റിക്കിൽ ഇപ്പോൾ വെല്ലിന് ഡെപ്ത് കൂടുതലുണ്ടെങ്കിൽ ഈ പമ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. നമ്മൾ സജസ്റ്റ് ചെയ്തതാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പം ഇത് സാറിപ്പോൾ അവിടെ കണ്ട മോഡലിൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. മുമ്പ് കണ്ട മോഡലിൻ്റെ വേറൊരു മോഡലാണ് യൂസ് ചെയ്യുന്നത്. അതേ സെയിം 150 HP ആണ് വരുന്നത്. ഇതിൽ ഹെഡ് വന്നിട്ട് വ്യത്യാസം വരുന്നത്, സ്റ്റേജും വ്യത്യാസം വരുന്നുണ്ട്. 7 സ്റ്റേജ് വരുന്നുണ്ട്. അത് വന്നിട്ട് 4 സ്റ്റേജ് വരുന്നുണ്ട്. ഇതിന് ഹെഡ് ഇപ്പോൾ മാക്സിമം എത്ര വരെ കിട്ടും? ഈ മോഡലിലോ? ഇത് 600 അടിയാണ്. ആഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. നമുക്ക് അതിൽ വേറെ മോഡലുണ്ട്. അതിന് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈഡായിട്ട് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷനും കസ്റ്റമൈഡായിട്ട് തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഓക്കെ.